Hi friends, welcome to Brutal Creations. I am going to wine and plan to do it. But I have a question about wine yeast. So, wine yeast use yeast use yeast use wine alcohol content correct yeast use that's why we yeast wine yeast beer yeast brewing yeast അപ്പോൾ അതിന് ഇച്ചിരി കൂടെ പവർ കൂടി ഈസ്റ്റ് ആണ് ഒരു 10-20% ആൽക്കഹോൾ നമുക്ക് ആ ഈസ്റ്റ് കൊണ്ട് കിട്ടും സാധാരണ ഈസ്റ്റ് ആണ് ഇപ്പോൾ 4-5% മാത്രമേ നമുക്ക് ആൽക്കഹോൾ കണ്ടന്റ് വരുള്ളൂ അത്ര ആയിരിക്കും ഇതിന് ഈസ്റ്റ് ഒക്കെ പയ്യെ ചത്തു പോകാൻ തുടങ്ങും അത്ര അതിനെ കൊണ്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ ബ്രൂവിംഗ് ഈസ്റ്റ് ഇല്ല ബ്രൂവിംഗ് ഈസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പകരം നമ്മൾ നല്ല അടിപൊളി ഈസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അതായത് ബ്രൂ ചെയ്യാനോ അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കാനോ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഈസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഈസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ അറിയണ്ടേ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് മുന്തിരിയാണ് ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്കൊരു ബോട്ടിൽ വേണം ഒരു ചില്ലിൻ്റെ ബോട്ടിൽ ഒരു ബലൂണും വേണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഈ മുന്തിരി മൊത്തം ഒന്ന് ചതച്ച് ഇതിൻ്റെ നീര് പുറത്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഈ മുന്തിരി നല്ലോണം കഴുകിയതായിരിക്കണം ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കിയിട്ട് വേണം നമ്മളിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ബോട്ടിലിനകത്തോട്ട് നിറയ്ക്കണം അതാണ് വേണ്ടത് അത് നിറയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു ചോർപ്പാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഒരു ചോർപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചൊന്ന് നിറച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ഉടച്ചെടുത്ത മുന്തിരിയൊക്കെ നമ്മുടെ ഈ കുപ്പിക്കകത്തോട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ബലൂൺ എടുത്തിട്ട് ഈ കുപ്പിയിൽ ഇങ്ങനെ അങ്ങ് കയറ്റിയിടുക എന്നുള്ളതാണ് ഇത് ഫെർമെൻ്റ് ആകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ബലൂൺ പയ്യെ നിറഞ്ഞു വരും അപ്പോൾ ഇതിനകത്ത് ഈസ്റ്റ് ആക്റ്റീവായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ കുപ്പിക്കകത്ത് മുന്തിരിയൊക്കെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്നിൽ മുന്തിരി വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ആപ്പിൾ വെച്ചാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ഈ മുന്തിരിയിലൊത്തിരി കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഫെർമെൻ്റ് ആവില്ല നമുക്ക് ഈസ്റ്റ് കിട്ടിയില്ല എന്ന് വരും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നല്ലോണം കഴുകി നല്ല വൃത്തിയാക്കിയ മുന്തിരി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ എക്സ്ട്രാ ഇതിനകത്ത് വെള്ളമേ നമ്മൾ ചേർക്കുന്നില്ല വെള്ളം ഇതിനകത്തോട്ട് ഇടാനേ പാടില്ല അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു 10-24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഓക്കെ നമ്മളപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ പിഴിഞ്ഞ് കുപ്പിക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ച ബലൂൺ ഇപ്പോൾ വീർത്താണ് ഇരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് വരുന്ന ഗ്യാസസ് വന്ന് നിറഞ്ഞാണ് ഈ ബലൂൺ ഇങ്ങനെ വീർത്ത് വരുന്നത് നമുക്ക് ഫെർമെൻറ്റേഷൻ തുടങ്ങിയെന്ന് അറിയാനും കൂടെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഈ ബലൂൺ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ബലൂൺ കൊണ്ട് നമുക്ക് മറ്റൊരു ഉപകാരം കൂടെ എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള എയർ ഇതിനകത്തോട്ട് കയറില്ല പുറത്തുനിന്നുള്ള എയർ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട് കേടാവാതിരിക്കണമെങ്കിൽ എയർ അകത്തോട്ട് പോകാണ്ടിരിക്കണം അപ്പോൾ ഈ ബലൂൺ നമ്മളിങ്ങനെ വെക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ ഇതിൽ കൂടുതൽ സമയം കഴിയുന്നതനുസരിച്ച് ഈ ബലൂൺ വീർത്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം ലീക്ക് ആകാൻ വേണ്ടി മാത്രം പൊട്ടിച്ച് കളയുമല്ല ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൽ കൂടെ ഓവറായിട്ട് വരുന്ന എയർ പുറത്തോട്ട് പോയിക്കോളും അപ്പോൾ നമ്മളിതൊരു 10-72 മണിക്കൂർ തന്നെ അങ്ങ് വെക്കുകയാണെങ്കിൽ ഇതിൽ നല്ലോണം നമുക്ക് ഈസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് ബ്രൂ ചെയ്യാനോ അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കാനാണെങ്കിൽ ഇത് ശകലം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും ഇതൊന്ന് നന്നായിട്ട് മെച്ചുറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് എടുത്ത് ഫിൽട്ടർ ചെയ്തെടുക്കണം അതിനകത്ത് മുന്തിരിയുടെ തൊലിയും ബാക്കി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതെല്ലാം ഫിൽട്ടർ ചെയ്ത് മാറ്റിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ജ്യൂസ് മാത്രം ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വൈൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബിയറൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ശകലം എടുത്തിട്ട് ആവശ്യം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും കുറേ കാലത്തേന് നമുക്ക് അത് തന്നെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് നമുക്ക് ഈസ്റ്റ് തിരിച്ച് ഫിൽട്ടർ ചെയ്തെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും നമ്മളിങ്ങനെ ഈസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേനും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം അതായത് ഒരു 30 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിലിരുന്നാലാണ് നമ്മൾ കറക്റ്റായിട്ട് ഫെർമെൻറ്റേഷൻ സ്റ്റാർട്ട് ആകാനായിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ അതിൽ കൂടിപ്പോയാലും സ്ലോ ആവും അതിൽ കുറഞ്ഞു പോയാലും സ്ലോ ആവും അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തൊന്ന് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിന്ന് വൈൻ ഉണ്ടാക്കാനുള്ള സ്പെഷ്യൽ ഈസ്റ്റ് ഉണ്ടാക്കി ഇനിയിപ്പോൾ വൈനൊക്കെ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വൈനൊക്കെ ഇടാനായിട്ട് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതുപോലുള്ള നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ